കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഈ താഴെ കാണുന്ന 2 നമ്പർ ഉണ്ടല്ലോ, ഇതിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. അല്ലെങ്കിൽ ഫെയിലായി പോയ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ നമുക്ക് NISലൂടെ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. നഴ്സിംഗിനായിക്കോട്ടെ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സ് ആയിക്കോട്ടെ, ഇങ്ങനെ ഏതെങ്കിലും കോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ തന്നെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. നമുക്ക് ഇതേപോലത്തെ കുട്ടികൾ ഇവിടെ പഠിച്ച് ഈ ഒരു എക്സാം ഒക്കെ എഴുതി ഒരുപാട് കുട്ടികൾ പാസ്സായി പോയിട്ടുണ്ട്. ക്ലാസിന്റെ പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്ന ഒരു പാഠ്യപദ്ധതിയാണ് NIOS എന്ന് പറയുന്നത്. ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉപരിപഠനത്തിനും എന്താണ് പ്ലസ് ടു എഴുതിയെടുക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് NIOSൽ നമുക്ക് 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വേറൊന്നുമല്ല, നമുക്കറിയാം ഇന്ന് നമ്മുടെ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ട് വന്ന ദിവസമാണ് അല്ലെ. അപ്പൊ ഈ ഒരു റിസൾട്ട് വന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യകതയൊന്നുമില്ല. ഈ വർഷം തന്നെ നമുക്ക് NIOS വഴി ഈ ഒരു പ്ലസ് ടു എഴുതിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. NIOS എന്ന് പറയുന്ന വാക്ക് നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും സുപരിചിതമായിട്ടുള്ള ഒരു വാക്കായിരിക്കും ഇല്ലേ. ഇനി അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തരാം. NIOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ്. അതായത് ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സിന്റെയോ അല്ലെങ്കിൽ ഒരു പ്ലസ് ടുവിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ പാതി വഴിയിലൊക്കെ പഠനം മുടങ്ങി പോയ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തായിരിക്കും, ഒരു 10ാം ക്ലാസ്സിന്റെ പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മെയിൻ ആയിട്ടും 10ാം ക്ലാസ്സിന്റെയോ പ്ലസ് ടുവിന്റെയോ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്ന ഒരു പാഠ്യപദ്ധതിയാണ് NIOS എന്ന് പറയുന്നത്. അപ്പൊ NIOS വഴി നിങ്ങൾ 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉപരിപഠനത്തിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ PSC, UPSC ഇങ്ങനെയുള്ള എക്സാമുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള എക്സാമുകളൊക്കെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ എൻട്രൻസ് എക്സാം എഴുതാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള എക്സാം എഴുതാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്താണ് വാല്യൂ ഇല്ലാത്തത്, അങ്ങനെയുള്ള ഒരു പ്രശ്നവും നമുക്ക് വരുന്നില്ല. സോ നമുക്ക് NIOS വഴി പരാജയപ്പെട്ടു പോയ വിഷയങ്ങളൊക്കെ ഈ വർഷം തന്നെ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇപ്പം NIOSൽ ഇപ്പോൾ 2027 ഏപ്രിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ആ വർഷത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ പ്ലസ് ടു ഈ വർഷം നിങ്ങൾ പരാജയപ്പെട്ടു പോയ ആളുകളാണ്. സോ ഈ വർഷം തന്നെ നമുക്ക് എന്താണ് പ്ലസ് ടു എഴുതിയെടുക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് NIOSൽ നമുക്ക് 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടൊരു എക്സാമും, രണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഒക്ടോബറിൽ ഒരു പബ്ലിക് എക്സാമാണ് വരുന്നത്. അപ്പൊ ഈ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ജില്ലയിലും പരീക്ഷാ കേന്ദ്രം ഉണ്ടാവില്ല. ഒരു 4 ജില്ലകളിലായിരിക്കും പരീക്ഷാ കേന്ദ്രം ഉണ്ടാവുക. ഈ 4 ജില്ലകളിൽ നമ്മൾ പരീക്ഷാ കേന്ദ്രം ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് TOC അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ സബ്ജക്ട് ട്രാൻസ്ഫർ ചെയ്ത് പാസ്സായ സബ്ജക്റ്റുകൾ NIOSന്റെ ബോർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് NIOSൽ നിന്ന് ഒരു 3 സബ്ജക്ട് അല്ലെങ്കിൽ 4 സബ്ജക്ട് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പ്ലസ് ടു പഠനം NIOS വഴി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നമുക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 3 മാസങ്ങളിലാണ് നടത്തപ്പെടുന്നത്. സോ അതിന്റെ സൈറ്റ് ഓപ്പൺ ആണ്. അപ്പൊ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ അഡ്മിഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ നമുക്ക് ജൂൺ മാസത്തിലെ ഡേറ്റോ ജൂലൈ മാസത്തിലെ ഡേറ്റോ ഓഗസ്റ്റിലെ ഡേറ്റോ ചൂസ് ചെയ്തുകൊണ്ട് ഈ ഫെയിൽ ആയി പോയ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ നമുക്ക് NIOSലൂടെ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, പാസ്സായ സബ്ജക്ട് നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നില്ല. ഫെയിൽ ആയ സബ്ജക്റ്റുകൾ മാത്രമാണ് നമ്മൾ NIOSൽ എഴുതാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ TOC അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് NIOSൽ വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന പബ്ലിക് എക്സാം, നമ്മുടെ ഒക്ടോബർ മാസത്തിലേക്കുള്ള അഡ്മിഷൻ ആണ്. ഈ ഒക്ടോബറിലേക്ക് വരുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നു ചില ആളുകൾ ഇപ്പൊ നേരത്തെ തന്നെ ഇപ്പം ചില മാതാപിതാക്കളൊക്കെ ആണെങ്കിൽ പ്ലസ് ടുവിന്റെ റിസൾട്ട് വരുന്നതിന് എന്റെ കുട്ടി ഇത്രയും പെർസെന്റേജ് മാർക്ക് വാങ്ങും എന്നുള്ള രീതിയിൽ മുന്നേ ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും അഡ്മിഷൻ, ഇപ്പൊ നഴ്സിംഗിനായിക്കോട്ടെ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സ് ആയിക്കോട്ടെ, ഇങ്ങനെ ഏതെങ്കിലും കോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ തന്നെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. പക്ഷെ റിസൾട്ട് വന്ന സമയത്തായിരിക്കും നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവുക. പക്ഷെ എന്താണ്, അവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും, ഈ വർഷം തന്നെ നിങ്ങൾക്ക് പാസ് ആണോന്നൊരു ആഗ്രഹം ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമുക്ക് ഇതേപോലത്തെ കുട്ടികൾ ഇവിടെ പഠിച്ച് ഈ ഒരു എക്സാം ഒക്കെ എഴുതി ഒരുപാട് കുട്ടികൾ പാസ്സായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് എടുത്തു പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ അഡ്മിഷൻ എടുത്ത് വെച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു NIOS എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നമുക്ക് ഈ എക്സാം എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു എന്ന് പറയുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഒക്ടോബർ മാസത്തിലെ എക്സാമിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒക്ടോബറിലായിരിക്കും അതിന്റെ എക്സാം വരുന്നത്. സോ ഇവിടെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമുക്ക് എല്ലാ ജില്ലയിലും പരീക്ഷാ കേന്ദ്രമുണ്ട്. ഒക്ടോബറിലായിരിക്കും ഇതിന്റെ പബ്ലിക് എക്സാം വരുന്നത്. ഒക്ടോബറിൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഒരു നവംബർ ഡിസംബറോട് കൂടിയായിരിക്കും നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. അപ്പൊ അത്രയും ഗ്യാപ്പ് വരുന്നുണ്ട്. കാരണം 2026 അവസാന ഭാഗമായിരിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. നേരെ മറിച്ച് ജൂൺ ജൂലൈ ഓഗസ്റ്റിലെ എക്സാം നിങ്ങൾ പെട്ടെന്ന് എക്സാം എഴുതി പെട്ടെന്ന് റിസൾട്ട് വരുന്ന ആ ഒരു എക്സാം ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഏകദേശം ഒരു മാസത്തെ ഒരു ഗ്യാപ്പ് വന്നിട്ടായിരിക്കും പെട്ടെന്ന് അതിന്റെ റിസൾട്ട്. ഇപ്പൊ ജൂൺ മാസത്തിലാണെങ്കിൽ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റിലായിരിക്കും നമുക്ക് റിസൾട്ട് വരിക. അപ്പോൾ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണോ അല്ലെങ്കിൽ ഒക്ടോബറിലെ എക്സാം ആണോ നിങ്ങൾ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിന്റെ ബാക്കി അതായത് ഈ കോഴ്സിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ താഴെ കാണുന്ന 2 നമ്പർ ഉണ്ടല്ലോ, ഇതിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നോ അല്ലെങ്കിൽ +2ന്റെ ഈ കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ട് ഒന്ന് മെസ്സേജ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ വാട്സപ്പിലേക്ക് പോകും. സോ അതിലൊന്ന് മെസ്സേജ് ഇട്ടേച്ചാൽ മതി. അപ്പൊ വിളിച്ചിട്ട് കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ തിരിച്ച് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി വിളിച്ചിട്ട് കിട്ടാത്ത കുട്ടികൾ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ അവര് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാനൂടെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഫ്രീ ആകുന്ന സമയത്ത് നിങ്ങളെ അങ്ങോട്ട് തിരിച്ച് കോൺടാക്ട് ചെയ്ത് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഇനിയിപ്പം നമുക്ക് ഈ ഒരു കോഴ്സ് NIVS നമുക്ക് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞു, കാരണം അറിയില്ലാത്ത കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ട്, നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള കുറെ വീഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റിലൊക്കെ നോക്കുക, നമ്മുടെ NIVS കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ അക്കാദമിയെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ അക്കാദമിക്ക് തുടങ്ങിയിട്ട് എത്ര വർഷമായെന്നുള്ള കാര്യങ്ങൾ, വിജയ ശതമാനം എത്രയായിരുന്നു, ഇതൊക്കെ ഒന്ന് നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തതിനു ശേഷം LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങളുടെ +2 പഠനം അല്ലെങ്കിൽ 10ാം ക്ലാസ് ഒക്കെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ അക്കാദമി ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ +2 സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ 10ാം ക്ലാസ് കേട്ടോ. അപ്പൊ +2 ഇവിടുത്തെ മെയിൻ ടോപ്പിക് ആയതുകൊണ്ടാണ് +2നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്കും 10ാം ക്ലാസ് നമുക്ക് NIVS വഴി എഴുതിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇങ്ങനെ 2 ഓപ്ഷൻസ് ഇതിലുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ അതത് ജില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ജില്ലയിൽ നമുക്ക് പരീക്ഷാ കേന്ദ്രം കിട്ടും. അവിടെ പോയി നമുക്ക് പരീക്ഷ എഴുതി ഈ വർഷം തന്നെ നമുക്ക് +2 കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ NIVS അഡ്മിഷൻ എടുത്ത് 10ാം ക്ലാസ് ആണെങ്കിൽ +2 അല്ലെങ്കിൽ എഴുതിയെടുക്കണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ നിർത്തുന്നു. NIVS സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.